പാട്രിയോട്ട്. മമ്മൂട്ടി മോഹൻലാൽ 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നു. മഹേഷ് നാരായൺ സംവിധാനം, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ താരനിബിഡമായ സിനിമ, ടെക്നിക്കൽ ഗംഭീരമായ സിനിമ. ഇതിന്റെ ട്രെയിലർ, ഒരു ടൈറ്റിൽ ലോഞ്ച്, ഒരു ട്രെയിലർ ഇറങ്ങി, ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടില്ല. പിന്നീട് പല പല ഗ്ലിംസുകളും ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നപ്പോഴും വലിയ ഒരു എബോ ആവറേജ് ഒന്നും കണ്ടില്ല. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഈ സിനിമയുടെ ഒരു BTS, ഒരു ഷൂട്ടിങ്ങിന്റെ ഇത് കാണിച്ചുകൊണ്ട് ഒരു 1.5 മിനിറ്റ് ശ്രീലങ്കയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഇറങ്ങിയത് നല്ല ക്ലാസ് സാധനം, സൂപ്പർ സാധനമാണത്. അത് കണ്ടു കഴിഞ്ഞാൽ മഹേഷ് നാരായണന്റെ ഒരു ടേക്ക് ഓഫ് ഒക്കെ എടുത്ത ഡയറക്ടർ തന്നെയാണ്. മോശം നമുക്ക് ഒരിക്കലും, മഹേഷ് നാരായണൻ നല്ല ഗംഭീര എഡിറ്ററും നല്ല സംവിധാനമാണ്. എടുത്തേക്കുന്ന 90% ചിത്രങ്ങളും ഗംഭീര ചിത്രങ്ങളുമാണ്. അദ്ദേഹം ഇത് ആനയാണ് ചേനയാണെന്നൊന്നും പറയുന്നുമില്ല, ബാഹുബലി സിനിമയാണെന്നൊന്നും പറയുന്നില്ല. ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുമായിരിക്കാൻ, നല്ലതാണ്, ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് കണ്ടപ്പം, അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് ഒരു ക്ലാസ് സിനിമയ്ക്കുള്ള ഒപ്പുണ്ട്. ഒരു പക്ഷേ ചിലപ്പം മാസ് രംഗങ്ങളങ്ങ് കൊഴിപ്പിച്ചുള്ള സിനിമകളൊന്നും ആയിരിക്കണമെന്നില്ല. നരസിംഹം പോലോ അല്ലെങ്കിൽ രാജമാണിക്യം പോലത്തെ സിനിമ ആയിരിക്കത്തില്ല പാട്രിയോട്ട്. ആ എന്തൊക്കെയാണോ നമ്മൾ ഇതുവരെയും കാണാത്തൊരു മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപശ്ചാത്തലവും അതിലൂടെയൊക്കെയാണ് ആൾക്കാർക്ക് ഒരു പുതുമ ഫീൽ ചെയ്യുന്നു. മമ്മൂട്ടി മോഹൻലാലിന്റെ പ്രസൻസിലൂടെ കൈയടി നേടുന്നുണ്ടെങ്കിൽ ഈ സിനിമ ചരിത്രത്തിൽ ഇടം നേടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്.